അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ MP രാജേഷ്, P രാജീവ്, ഈ പറഞ്ഞ വീണ ജോർജ് അടക്കമുള്ളവർ മെഡിക്കൽ റീഎംബേഴ്സ്മെന്റ് ആയി കഴിഞ്ഞ മാസങ്ങളിലെല്ലാം കൈപ്പറ്റിയിരിക്കുന്ന പൈസ അത് ഈ പറയുന്ന പ്രൈവറ്റ് ആശുപത്രികളിൽ നിന്നാണ്. MP രാജേഷ് പാലക്കാട് നിന്ന് അപ്പോളോയിൽ വന്നാണ് ചികിത്സ നേടിയത്. P രാജീവിന്റെ കാര്യം ഞാൻ പറയണ്ട. 7 സ്റ്റാർ ആശുപത്രികളിലല്ലാതെ ഈ സംസ്ഥാനത്തെ മന്ത്രിമാർ പോകുന്നില്ല. നേരത്തെ ജയിക്ക് പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ അതേ രീതിയിലുള്ള അസുഖമാണ് പിണറായി വിജയനുള്ളത്, അതേ രീതിയിലുള്ള അസുഖമാണോ രാജീവിനുള്ളത്, MP രാജേഷിനുള്ളത്, വീണ ജോർജിനുള്ളത്. വീണ ജോർജ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 2 തവണയാണ് സർക്കാർ ആശുപത്രിയിൽ പോയത്. ഒന്ന് സമരം കണ്ട് BP കൂടി, 2 കഴിഞ്ഞ ദിവസം അവർ തന്നെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു അസുഖം. ആ അസുഖത്തിന്റെ പേരിൽ 2 തവണയാണ് സർക്കാർ ആശുപത്രിയിൽ പോയത്. മന്ത്രിമാർക്ക് എന്തെങ്കിലും ഒരു ലജ്ജയുടെ ലാഞ്ചന ഉണ്ടെങ്കിൽ അവർ ഈ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് എന്ന് പറഞ്ഞ് കൈപ്പറ്റിയിരിക്കുന്ന പൈസ ഉണ്ടല്ലോ, അത് ഇതാ ഇവർക്ക് വേണ്ടി മാറ്റിവെക്കണം, ഇവർക്ക് തിരിച്ചു കൊടുക്കാൻ തയ്യാറാവണം. 2, ആ ഡോക്ടർ, അദ്ദേഹത്തെ ഞാൻ ആദ്യം എതിർത്തുവെങ്കിലും അങ്ങ് പറഞ്ഞ അവസാനത്തെ പോയിന്റിനോട് ഞാൻ താതാമ്യപ്പെടുകയാണ്. മേഡത്തോട് ഞാൻ താതാമ്യപ്പെടാൻ ആഗ്രഹിക്കുകയാണ്. കാര്യം ഇവർ രണ്ടുപേരും പറയാതെ പറഞ്ഞ വീണ ജോർജ് അംഗീകരിക്കാത്തൊരു പ്രശ്നം ഈ സംസ്ഥാനത്തുണ്ട്. അത് മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഈ പറയുന്ന ലാഗാണ്, മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ സ്കേഴ്സിറ്റിയാണ്. ഡോക്ടർമാരുടെ എണ്ണം കുറവാണ് ഈ ഗവൺമെന്റ് മേഖലയിൽ, നഴ്സുമാരുടെ എണ്ണം കുറവാണ്. അവിടെ ഈ സിസ്റ്റം ഇല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആപ്പ് ഉണ്ടായാൽ പോരാ, ആപ്പിനുള്ളിൽ ഡോക്ടർ കൂടി ഉണ്ടാവാനുള്ള സംവിധാനം ഇവർ ചെയ്യണം.